ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് യുവർ ടി ജെ ബ്രോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതിയുടെ ലൈനപ്പിൽ ഏതൊക്കെ കെ സീരീസ് എഞ്ചിൻ ഉണ്ട്. പൊതുവേ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, മാരുതിയുടെ ലൈനപ്പിൽ എത്ര കെ സീരീസ് എഞ്ചിൻ ഉണ്ട്, അതിൽ ഏതൊക്കെ കെ സീരീസ് എഞ്ചിനാണ് അവരുടെ വാഹനങ്ങളിൽ യൂസ് ചെയ്യപ്പെടുന്നത്, ഇപ്പോൾ ഏതൊക്കെ കെ സീരീസ് എഞ്ചിൻ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അവരുടെ ഡൗട്ട്. അത് ഈ വീഡിയോയിലൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് നമുക്ക് ചെറിയ എഞ്ചിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കെ സീരീസ് എഞ്ചിനിൽ K10 എന്ന് പറയും. അത് K10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോളം 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ, നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിൻ ഉണ്ട്. അതിനകത്ത് 2 വകഭേദമുണ്ട് K10 തന്നെ. K10 എഞ്ചിൻ നാച്ചുറൽ ആസ്പിറേറ്റർ ഉണ്ട്. അതുകൂടാണ്ട് തന്നെ K10 എഞ്ചിൻ ബൂസ്റ്റർ ജെറ്റ് എന്ന് പറഞ്ഞ എഞ്ചിൻ ഉണ്ട്. ഈ K10 എല്ലാവരും ഓടിച്ചിട്ടുണ്ടാവും. അതായത് 1 ലിറ്റർ എഞ്ചിനുള്ള വണ്ടികളാണ് അവരുടെ എക്സ്പ്രസോ അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ലൈനപ്പിലുള്ള ഓൾട്ടോ K10. ആ 2 വണ്ടികൾ. പിന്നെ നേരത്തെ K10 ഇപ്പോൾ C ആണ് ഇപ്പൊ നിലവിൽ ന്യൂ ജനറേഷൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഡുവൽ വേരിയബിൾ വാൽവ് ടൈമിംഗ് ഉള്ള എഞ്ചിൻസ് ആണ് ഇപ്പൊ യൂസ് ചെയ്യണം. ഒരു 2021 നമ്മൾ അല്ലെങ്കിൽ 2018 നിങ്ങൾ ഓടിച്ചിട്ടുണ്ടാവും പഴയ K10, ഓർമ്മയുണ്ടാവും. ആ പഴയ K10 യൂസ് ചെയ്തേക്കണം K10 B ആണ്. അതിനകത്ത് സിംഗിൾ വേരിയബിൾ വാൽവ് ടൈമിംഗ് ആണ് യൂസ് ചെയ്തേക്കണം. ഇപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ B അവൈലബിൾ അല്ല, K10 C ആണ് അവൈലബിൾ. അതിന്റെ മൈലേജ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ലോണം ഓടിച്ചാൽ 20 കിലോമീറ്റർ മൈലേജ് ക്ലെയിം ചെയ്യാനായിട്ട് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, ഡ്യൂറബിൾ ആണ്, റിലയബിളും ആണ്. ഓക്കെ, അത് ആ എഞ്ചിൻ ഓടിക്കാത്തവർ ആരുമില്ല. ആ ലൈനപ്പിൽ തന്നെയുള്ള എഞ്ചിനാണ് K10 ബൂസ്റ്റർ ജെറ്റ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നിലവിൽ ഫ്രോൺസ് 1 ലിറ്റർ ടർബോ യൂസ് ചെയ്യണത് ആ K10, അതായത് 999 cc വെച്ച് തന്നെ, ആ സെയിം എഞ്ചിൻ വെച്ച് തന്നെ അവര് പവർ ഇത്ര പവർ അവർ ജനറേറ്റ് ചെയ്യണം. 138 ന്യൂട്ടൺ മീറ്റർ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ എഞ്ചിൻ നല്ല പണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബലേനോ RS എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ഉണ്ട്. 1.2 ലിറ്ററിന്റെ അല്ല ഞാൻ പറയണേ, ബലേനോ RS എന്ന് പറഞ്ഞ വേരിയന്റ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മാസം അത് ഓടിയിട്ടുള്ളൂ. കസ്റ്റമർ പറഞ്ഞപ്പോൾ നിലവിൽ അത് നിർത്തിക്കളയുകയും ചെയ്തു ആ സെഗ്മെന്റ്. പിന്നെ രണ്ടാമത് വന്ന അത് ഫ്രോൺസിലാണ്. പിന്നെ ആ എഞ്ചിൻ പിന്നെ അവർ കമ്പനി മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ശരിക്കും സ്വിഫ്റ്റിൽ വരേണ്ട എഞ്ചിനാണ്, പക്ഷെ അത് സ്വിഫ്റ്റിൽ കൊടുത്തില്ല, അത് ഫ്രോൺസിലാണ് കൊടുത്തത്. പക്ഷെ ഫ്രോൺസിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന മോഡൽ ഫ്രോൺസ് 1.2 ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ AGS ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. കാരണം ഈ ടർബോന് ചെറിയ എഞ്ചിൻ ആയതുകൊണ്ട് ടർബോന് അതിന്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി അത് ഇപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഈ കാലക്രമേണ നമുക്ക് അറിയാൻ പറ്റും ഫ്രോൺസിൽ എന്തൊക്കെ കംപ്ലൈൻസ് വന്നെന്നുള്ളത്. ഒരു 10 കസ്റ്റമർ 1.2 ലിറ്റർ എടുക്കുമ്പോൾ ഉള്ളി 3 കസ്റ്റമർ മാത്രമേ ഫ്രോൺസിന്റെ 1 ലിറ്റർ എഞ്ചിൻ എടുക്കാറുള്ളൂ. അതിന്റെ സെയിൽസ് തന്നെ കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് 1 ലിറ്റർ ഓടിച്ചിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഫ്രോൺസ്. അപ്പൊ K10 C ഉണ്ട്, പിന്നെ K10 ബൂസ്റ്റർ ജെറ്റ് ഉണ്ട്. അപ്പൊ ആ 2 എഞ്ചിനെ മാരുതിയുടെ ലൈനപ്പിൽ 1 ലിറ്റർ വെച്ചിട്ട് 3 സിലിണ്ടർ വെച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി. നെക്സ്റ്റ് K12 എന്ന് കേൾക്കുമ്പോൾ ഓർത്തോളാം, അതിന്റെ സെൻട്രൽ ഡെസിമൽ ഉണ്ട്. 1.2 ലിറ്ററിന്റെ എഞ്ചിനാണത്. 1.2 ലിറ്ററിന്റെ 2 എഞ്ചിനെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. K12M ഉം K12N. റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കണാണ് K12N ഉം K12M. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വണ്ടിയിലും മാത്രമേ K12M നമുക്ക് ഇപ്പൊ നിലവിൽ യൂസ് ചെയ്യണുള്ളൂ സെയിലായിട്ട്. ഇഗ്നിസിലാണ് K12M യൂസ് ചെയ്തേക്കണം. K12M സിംഗിൾ വേരിയബിൾ വാൽവ് ടൈമിംഗ് ആണ്. അതിനകത്ത് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഇല്ല. പക്ഷെ K12N ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ പൊതുവേ ഉള്ള ധാരണയാണ് ഇഗ്നിസ് ഓടിക്കുമ്പോൾ കുറച്ചും കൂടി പവർ അവൈലബിൾ ആണ്. അതായത് പണ്ട് ബലേനോ ഓടിക്കണേക്കാളും കുറച്ചും കൂടി പവർ അവൈലബിൾ ആണെന്നുള്ളത്. അത് ശരിയാണ്. അത് ഓൺ ദ പേപ്പറിൽ 63 കിലോ വാട്ട് ഉള്ളൂ നിലവിൽ. 63 കിലോ വാട്ട് bhp, അതായത് 1 കിലോ വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.32 ബേസ് ഹോഴ്സ് പവർ ബ്രിട്ടീഷ് ഹോഴ്സ് പവർ ആണ്. അപ്പൊ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 63 കിലോ വാട്ട് ഉള്ളൂ ഈ K12M. പക്ഷെ ഇപ്പൊ റീസെന്റ് ലോഞ്ച് ചെയ്തേക്കുന്ന K12N 66 കിലോ വാട്ട് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഓൺ ദ പേപ്പറിൽ ടോർക്ക് 2 സെയിം ആണ്, 113 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്, 113 ന്യൂട്ടൺ മീറ്റർ. പക്ഷെ എന്തുകൊണ്ട് ഇഗ്നീസിന് പവർ കൂടുന്നത്? അത് ഓൺ ദ പേപ്പറിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ആ 113 ന്യൂട്ടൺ മീറ്റർ 4200 RPM അവൈലബിൾ ആണ്. പക്ഷെ നേരെ മറിച്ച് K12N 113 സെയിം ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 4400 RPM നമുക്ക് അവൈലബിൾ ആയി. കുറച്ച് 200 RPM നേരത്തെ കിട്ടും ഇംഗ്ലീഷിൽ. അതുകൊണ്ടാണ് നമ്മൾ ബൈ റോഡ് നമുക്ക് കുറച്ചും കൂടി പവർ തോന്നിക്കണം. പക്ഷെ ഈ K12N
K12M അപേക്ഷിച്ച് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. കാരണം ഇത് ഡ്യുവൽ വേരിയബിൾ വാൽവ്, അതായത് ഡ്യുവൽ ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മൈലേജും കൂടുതൽ ക്ലെയിം ചെയ്യണത് K12M തന്നെയാണ്. പിന്നെ എടുക്കണവർ K12M വിട്ടിട്ട് K12N ഉള്ള എഞ്ചിൻസ് യൂസ് ചെയ്യണ വാഹനം എടുക്കാൻ നോക്കാം. അതായത് K12N യൂസ് ചെയ്യണ എഞ്ചിൻസ് യൂസ് ചെയ്യണ വാഹനങ്ങളാണ് മാരുതിയുടെ വാഗണാർ ZXi മുതൽ. വാഗണാർ ZXiക്ക് VXi അറിയാലോ നിങ്ങൾക്ക്, 1 ലിറ്റർ എഞ്ചിനാണ് യൂസ് ചെയ്യണം. ZXiക്ക് നമുക്ക് 1.2 ലിറ്റർ ഡ്യുവൽ VVT കിട്ടും, ഡ്യുവൽ വേരിയബിൾ വാൽവ് ടൈം ഡ്യുവൽ ഇഞ്ചക്ടറുള്ള എഞ്ചിൻ കിട്ടും. നമ്മുടെ മാരുതി ബലേനോയിൽ കിട്ടും. ഫ്രോൺസ് 1.2 നാച്ചുറൽ ആസ്പിറേറ്റ് സെയിം എഞ്ചിനാണ്. K12N ആണ് യൂസ് ചെയ്യണം. ബലേനോയിൽ സെയിം എഞ്ചിൻ തന്നെ യൂസ് ചെയ്യണം. ടൊയോട്ട ലൈനപ്പിൽ ഗ്ലാൻസ, ഡൈസർ ആ 2 വണ്ടി K12N വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കാം. 2 അപ്പോൾ K12N-ഉം K12M-ഉം മനസ്സിലായി നിങ്ങൾക്ക്. നെക്സ്റ്റ് K15 ആണ്. K15 സീരീസ് 3 ടൈപ്പ് ഉണ്ട്. K15 സീരീസിലെ ലേറ്റസ്റ്റ് ആയിട്ടാണ് K15C. 15 എന്ന് ഓർത്തോളം 1.5 ലിറ്റർ എന്നാണ് അതിന്റെ റെപ്രസെന്റ് ചെയ്യണം. 1.5 ലിറ്റർ 3 ഉണ്ട്. 1.5 ലിറ്റർ C ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ്. പിന്നെ K15ന്റെ B 2 ഉണ്ട് വിത്ത് സ്മാർട്ട് ഹൈബ്രിഡും ഉണ്ട്. പിന്നെ വിത്ത് ഓൺലി ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടുള്ള എൻജിൻസും ഉണ്ട്. അതിനകത്ത് ഐഡിൽ K15ന്റെ തന്നെ B ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടുള്ള എൻജിനാണ് നമ്മൾ ജിംനിയിൽ യൂസ് ചെയ്യണം. അത് പ്രീവിയസ് ടെക്നോളജിയാണ്. അതെന്തുകൊണ്ടാണ് ആ ജിംനിയിൽ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ വേരിയബിൾ വാൽവ് ഉള്ളെങ്കിലും സ്മാർട്ട് ഹൈബ്രിഡ് ഇല്ലെങ്കിലും ആ വണ്ടി ഓഫ് റോഡ് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടോർക്ക് നമുക്ക് ആവശ്യമുണ്ട്. അതിന്റെ ടോർക്ക് ഇപ്പം ലേറ്റസ്റ്റ് ജനറേഷനേക്കാളും കുറവാണെങ്കിൽ പോലും, bhp കുറവാണെങ്കിൽ പോലും അതിന്റെ കിട്ടുന്ന ടോർക്ക് അത് നേരത്തെ അവൈലബിൾ ആണ്. 4000 RPM നിങ്ങൾക്ക് 138 ന്യൂട്ടൺ മീറ്റർ MM ടോർക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് സുസുക്കി ആ ജിംനിയിൽ കൊണ്ടുപോയിട്ട് ആ എഞ്ചിൻ ഘടിപ്പിച്ചേക്കണം. പിന്നെ അതിനകത്ത് ബ്രേക്ക് റീജനറേഷൻ ഒന്നുമില്ല, ഓൺലി ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. K15B തന്നെ സ്മാർട്ട് ഹൈബ്രിഡ് സെക്കൻഡ് ജനറേഷൻ, അത് കഴിഞ്ഞിട്ടാണ് സ്മാർട്ട് ഹൈബ്രിഡ്. അതിനകത്തും നമ്മൾ സിംഗിൾ വേരിയബിൾ വാൽവ് തന്നെ ഉള്ളൂ. പക്ഷെ ആ ഒരു എഞ്ചിൻ നമ്മുടെ ഒരു വണ്ടിയിൽ മാത്രമേ യൂസ് ചെയ്യണം കണ്ടിട്ടുള്ളൂ. സിയാസ് നല്ലൊരു എഞ്ചിനാണ്. അതിനകത്ത് ടോർക്ക് കൂടുതലുണ്ട്. 138 NM ടോർക്ക് ഉണ്ട്. 4400 RPM പവറും കുറച്ച് കൂടുതലുണ്ട്. 73 കിലോ വാട്ട് പവറുണ്ട്. ആ എഞ്ചിൻ അടിപൊളിയാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ള ഡ്യുവൽ ഇഞ്ചക്ടർ ഇല്ല. പക്ഷെ എഞ്ചിൻ അടിപൊളി. പക്ഷെ അത് നിർത്തിക്കളഞ്ഞു. അതിപ്പോ സിയാസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ മാത്രം. അത് കഴിഞ്ഞിട്ടുള്ള എഞ്ചിൻസ് ആണ് K15C എന്ന് പറഞ്ഞാൽ വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ്. ഈ K15B തന്നെ സ്മാർട്ട് ഹൈബ്രിഡിൽ ലിഥിയം ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് റീജനറേഷൻ ഉണ്ട്, അതെല്ലാം ഉണ്ട്, ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ലിഥിയം ബാറ്ററി കപ്പാസിറ്റി കുറവാണ് അതിനകത്ത്. ടോർക്ക് അസിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ലിഥിയം ബാറ്ററിയുടെ പ്രോഗ്രസീവ് സ്മാർട്ട് അതിന്റെ ഒരു ടെക്നോളജി ഡെവലപ്പ് ആയി വന്നുള്ളൂ. പ്രോഗ്രസീവ് അത്രേ ഉള്ളൂ. ബാറ്ററി കപ്പാസിറ്റിയും കുറവാണ്. പക്ഷേ നെക്സ്റ്റ് ജനറേഷൻ, ലാസ്റ്റ് ജനറേഷൻ വന്ന 15C വിത്ത് സ്മാർട്ട് ഹൈബ്രിഡിന് ബാറ്ററി കപ്പാസിറ്റി ജനറേഷൻ ഉണ്ട്, ഡ്യുവൽ വേരിയബിൾ വാൽവ് ടൈമിംഗ് ഉണ്ട്, ഡ്യുവൽ ഇഞ്ചക്ടർ ഉണ്ട്, എല്ലാ ടെക്നോളജി അവൈലബിൾ ആണ്. ഒന്നോർക്കാം, ഈ K15C എടുക്കുന്ന സ്മാർട്ട് ഹൈബ്രിഡ് എടുക്കുന്ന ആൾക്കാർ CNG വേരിയന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് അവൈലബിൾ അല്ല. അത് കമ്പനി അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ അതെടുക്കണം, CNG എടുക്കണവർക്ക് സ്മാർട്ട് ഹൈബ്രിഡ് അവൈലബിൾ അല്ല, മൈലേജ് ഉള്ളതുകൊണ്ട്. ബാറ്ററി പാക്ക് ചെയ്യാണ്ടാവില്ല അതിനകത്ത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിനകത്ത് മൈലേജ് കൂടുതൽ ഏത് സീരീസ് ആണെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഡ്യുവൽ ഇഞ്ചക്ടർ യൂസ് ചെയ്യണ എഞ്ചിനിൽ തന്നെയാണ് നമുക്ക് എപ്പോഴും മൈലേജ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് എർട്ടിഗ, ഈ ന്യൂ ജനറേഷൻ ടെക്നോളജി ഉള്ള വണ്ടികൾ ഓർത്തു വെക്കുക. എർട്ടിഗ, ബ്രസ, XL6, ഈ ഗ്രാൻഡ് വിറ്റാണ്. ഈ 4 വണ്ടികളിൽ ഇപ്പോൾ K15C വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള എഞ്ചിൻ വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് അവൈലബിൾ ആണ്. സിയാസിലാണ് നമ്മൾ ഇതിന് മുന്നത്തെ സിംഗിൾ വേരിയബിൾ വാൽവ് ഉള്ള, അതിനകത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ഉണ്ട്, ഡ്യുവൽ ഇഞ്ചക്ടർ ഇല്ല, വേരിയബിൾ വാൽവ് ടൈമിംഗ് ഇല്ല, ഡ്യുവൽ വേരിയബിൾ വാൽവ് ടൈമിംഗ് ഇല്ല, അങ്ങനെ ഉണ്ടാവും. പിന്നെ ലിഥിയം ബാറ്ററിയുടെ കപ്പാസിറ്റിയും കുറവാണ്. ആ CS എഞ്ചിൻ പക്ഷെ അതിന്റെ ടോർക്കും പവർ ഇച്ചിരി കൂടുതലായിരുന്നു. പക്ഷെ അതിപ്പോ നിലവിൽ സിയാസിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെപ്പോഴും ആ ഒരു 15C ഗുഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 15B നല്ലതാണ്, 15B ഐഡിൽ സ്റ്റോപ്പ് നല്ലതാണ്, 15B
ഈ സ്മാർട്ട് ഹൈബ്രിഡ് നല്ലതാണ്. പവറിനാണെന്നുണ്ടെങ്കിൽ, പവറും ടോർക്കിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈലേജ് മതി. 1.5 ലിറ്റർ എടുത്തിട്ട് 1.5 പൊതുവെ മൈലേജ് കുറവാണ്. 12, 13, 14 മാക്സിമം കിട്ടാറുള്ളൂ നിങ്ങൾക്ക് സിറ്റിയിൽ. ഓടിക്കുന്നവരോട് ചോദിച്ചറിയാം. മെയിൻ്റെനൻസ് എല്ലാം കുറവാണ്. 3 എഞ്ചിനും മെയിൻ്റെനൻസ് താരതമ്യേനൊക്കെ കുറവാണ്. അതിനൊരു തർക്കങ്ങളില്ല. പക്ഷെ K15 നിങ്ങൾക്ക് മൈലേജ് ആണ് കൂടുതൽ വേണമെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ സി എടുത്തോണം. എർട്ടിഗ, ബ്രസ, XL6, ഗ്രാൻഡ് വിറ്റാറ, ആ വണ്ടിയിലാണ് 1.5 ഇരിക്കുന്നത്. അപ്പൊ അതെടുക്കാം. അപ്പൊ 15 ലൈനപ്പ് നിങ്ങൾക്ക് മനസ്സിലായി. 1.5 ലിറ്റർ ലൈനപ്പ് മനസ്സിലായി, 1.2 ലിറ്റർ ലൈനപ്പ് മനസ്സിലായി, 1 ലിറ്റർ ലൈനപ്പ് മനസ്സിലായിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്ത എഞ്ചിനാണ് W സീരീസ് എഞ്ചിൻ. ആ W സീരീസ് എഞ്ചിനാണ് നമ്മൾ പുതിയ സ്വിഫ്റ്റിൽ യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഒരു സിലിണ്ടർ വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത് പവർ ഏകദേശം 2 bhp കുറവാണ്, ടോർക്കും കുറവാണ്. അപ്പോൾ പക്ഷെ അത് ഒരു എഞ്ചിൻ മൈലേജ് എഫിഷ്യൻസി കൂടുതലാണ്, പക്ഷെ പെർഫോമൻസിൽ ഇത്തിരി കുറവാണ്. ഇച്ചിരി വൈബ്രേഷൻ എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരു എഞ്ചിന്റെ ഗുണം സ്മാർട്ട് ഹൈബ്രിഡ് വന്നു കഴിഞ്ഞാൽ അത് കേപ്പബിൾ ആണ്. ഡയറക്റ്റ് ചെറിയ എഞ്ചിൻ 1.2 ലിറ്റർ ആണ് ഇപ്പോൾ നിലവിൽ ഡിസയറും സ്വിഫ്റ്റും യൂസ് ചെയ്യണം. ആ 1.2 ലിറ്ററിൽ സ്മാർട്ട് ഹൈബ്രിഡ് വന്നോന്നുണ്ടെങ്കിൽ ഈ W സീരീസ് എഞ്ചിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേപ്പബിൾ ആണ് ആ എഞ്ചിൻ. ആ വണ്ടി വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈലേജ് കൂടും. CNG യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് അവൈലബിൾ ആവില്ല. അത് എപ്പോഴും ആലോചിക്കാം. ഇതൊക്കെയാണ് മാരുതിയുടെ നിലവിലുള്ള ലൈനപ്പുള്ള എഞ്ചിൻസ്. അപ്പോൾ നിങ്ങൾക്ക് എക്കണോമിയാണ് വേണമെങ്കിൽ എപ്പോഴും ലേറ്റസ്റ്റിലേക്ക് തന്നെ പോവാം. അത് ചോദിച്ച് മേടിക്കാം. നിങ്ങൾക്ക് എന്നാൽ ടോർക്കും പവറാണ് വേണ്ടതെങ്കിൽ അവരുടെ ഓൾഡർ ആയിട്ടുള്ള ടോർക്ക് എഞ്ചിൻസ് സിയാസ്, ജിംനി, അത് രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ടോർക്ക്. കൺസിഡർ ചെയ്യണമെന്ന് പറയില്ല, കാരണം ആ പ്രൈസിന് അത് വാല്യൂ ഫോർ മണി എല്ലാം കൊണ്ട് കൺസിഡർ. പക്ഷെ സീറ്റിംഗും കപ്പാസിറ്റി എല്ലാം കൂടുതലാണ്. മൈലേജ് വേണമെങ്കിൽ ലേറ്റസ്റ്റിലേക്ക് തന്നെ പോവാം. പിന്നെ മാരുതിയുടെ എഞ്ചിന്റെ പ്രത്യേകതകളാണ് എല്ലാം അലൂമിനിയം എഞ്ചിൻസ് ആണ്. അലൂമിനിയം കേസുള്ള എഞ്ചിൻസ് ആണ്. ബെറ്റർ ആയിട്ടുള്ള ടോർക്ക് അവൈലബിൾ, ഇൻസ്റ്റന്റ് ടോർക്ക് അവൈലബിൾ ആണ്. അവരുടെ സ്പെസിഫിക്കേഷൻ ആണ്. പിന്നെ റിലയബിലിറ്റി ഉണ്ട് എഞ്ചിൻസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രത്യേകത. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.